ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலா நம்மில் அன்பு வைப்பவர் அவர் யார் தெரியுமா? ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலாய் நம்மில் அன்பு வைப்பவர் அவர் யார் தெரியுமா? அவர் யார் தெரியுமா? ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலாய் நம்மில் அன்பு வைப்பவர் யார் தெரியுமா? அவர் யார் தெரியுமா? பிறந்தவரா சத்திரத்தில் கிடந்தவரா பாதிகளை மன்னிக்க வந்தவரா பிறந்தவரா சத்திரத்தில் கிடந்தவரா பாதிகளை மன்னிக்க வந்தவரா அவர் யார் தெரியுமா? அவர் யார் தெரியுமா? உங்களுக்கு தெரியுமா? உன்னில் அன்பு வைத்தவரவரே உலக தோற்றமுத தெரிந்து கொண்டவரவரே உண்மையாக உன்னில் அன்பு வைப்பவரவரே உலக தோற்றமுத தெரிந்து கொண்டவரவரே உமக்காக பாடுகிறே ஏற்றுக்கொண்டாரே உமக்காக பாடுகிறே ஏற்றுக்கொண்டாரே உன்னமிற்கு தன்னுயிரை தந்து விட்டாரே உன்னமிற்கு தன்னுயிரை தந்து விட்டாரே அவர்தான் இயேசு அவர்தான் இயேசு அவர்தான் இயேசு அவர்தான் இயேசு ஒரு தன்னுடைய போலே நம்ம தூக்கி சுமப்பவர் நம் தாயின் மேலா நம்மில் அன்பு வைப்பவர் யார் தெரியுமா? அவர் யார் தெரியுமா? இயேசுவென்று கவலைப்படாதே மீண்டும் உயர்ந்து விட்டால் என்பதை நீ மறந்து விடாதே மறித்து விட்டால் இயேசுவென்று கவலைப்படாதே மீண்டும் உயர்ந்து விட்டால் என்பதை நீ மறந்து விடாதே நீ வணங்கும் தெய்வம் மன்னுமல்லே நீ வணங்கும் தெய்வம் மன்னுமல்லே நீ அழைத்தால் ஓடி
வந்து பேசும் தெய்வமே நீ அழைத்தால் ஓடி வந்து பேசும் தெய்வமே அவர்தான் 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 இயேசு அவர்தான் 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 இயேசு அவர்தான் 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 இயேசு அவர்தான் 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 இயேசு ஒரு தந்தையை போலே நம் தூக்கி சுமப்பவர் நம் தாயின் மேலால் நம்மை அன்பு வைப்பவர் யாரு 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 தெரியுமா அவர் யாரு 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 தெரியுமா பெத்லகேமில் பிறந்தவரா சத்திரத்தில் பிறந்தவரா பெத்லகேமில் பிறந்தவரா சத்திரத்தில் பிறந்தவரா பாவிகளை மன்னிக்க வந்தவரா அவர் யாரு 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 தெரியுமா அவர் யாரு 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 தெரியுமா ஒரு தந்தையை போலே நம்மை தூக்கி சுமப்பவர் நம் தாயின் மேலா நம்மை அன்பு வைப்பவர் யாரு 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 தெரியுமா அவர் யாரு 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 தெரியுமா உங்களுக்கு தெரியுமா யாரு 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 தெரியுமா அவர் யாரு 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 தெரியுமா
ഓളങ്ങളെ തിരമാലകളെ കണ്ടു എൻ പ്രിയനേ ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനേ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനേ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ കുഴിയെ നാഴികം നടക്കുന്നവൻ പൊൻകച്ച അണിഞ്ഞവനേ കണ്ടുപോയ പ്രിയനേ കേട്ടുപോയ സ്വരം ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനേ കേട്ടുപോയ സ്വരം ഉളവാക്കി ലോകം തൻ പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ ഒരു വാക്കിനാവൻ ഉളവാക്കി ലോകം തൻ പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ
കേട്ടുപോയി സ്വരം ഓണങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനെ കേട്ടുപോയി സ്വരം ഓണങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനെ കേട്ടുപോയി സ്വരം ഓണങ്ങളെ തിരമാലകളെ കണ്ടുപോയ പ്രിയനെ. സുവിശേഷ യോഗം 2016 അവസാനത്തെ രാത്രിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയായി. കഴിഞ്ഞ 2 രാത്രിയിലും ദൈവഭക്തന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമായ വചനം നൽകി അനുഗ്രഹിച്ചല്ലോ. ഇന്ന് രാത്രിയിലും ഈ ഗാന ശുശ്രൂഷയും തിരുവചന ശുശ്രൂഷകളും അനുഗ്രഹമായി തരുവാൻ ദൈവവചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. അനുകൂലമായ കാലാവസ്ഥകളും എല്ലാവിധമായ നല്ല അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ദൈവം നൽകി ഇന്ന് പകലിൽ നമ്മെ നടത്തിയല്ലോ. ആ നല്ല നാഥന്റെ കരത്തിൽ ഏൽപ്പിച്ച് നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല വൈകപരിനാട് സ്തോത്രം വേണ്ടി ഞങ്ങൾക്ക് കൃപാസനത്തോട് അടുത്ത് വരുവാൻ ഇന്ന് പകലിൽ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. പാഠന ടീമിനെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 2 രാത്രിയിലും ഷെഖീന ടീമിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് പകലിലും അങ്ങനെ ഭക്തന്മാരെ അഭിഷേകം ചെയ്ത് നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറച്ചു നിർത്തിയതിനായിട്ട് സ്തോത്രം. ആത്മാവിന്റെ പ്രേരണയാൽ ഞങ്ങളുടെ ഭക്തന്മാരെ പിന്നെ നടത്തുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആദ്യോളം ദൈവത്തിന്റെ ആത്മാവ് ഫലിച്ച് നടത്തണമേ. ഉപകരണങ്ങൾ ഒക്കെ ഭക്തന്മാർക്കാട് സ്തോത്രം. വേണ്ട കൃപ അവരുടെ പേരും അങ്ങ് ധാരാളം പകരണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും ദൈവം തക്ക സമയത്ത് കൊണ്ടുവരുത്തണമേ കർത്താവേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാണ് സ്തോത്രം. യേശു കർത്താവിൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ 3-ാം ദിനം സുവിശേഷ മഹായോഗത്തിന്റെ ഈ സമാപന സായം സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ദിനരാത്രങ്ങളിലും ദൈവത്തിന്റെ വചനം അതിശക്തമായി കേൾക്കുവാനും ദേശത്തോട് രക്ഷാസന്ദേശം അറിയിപ്പാനും കർത്താവ് ഇവിടെയുള്ള സഭ അതിനുവേണ്ടി ദൈവം ഒരുക്കിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകമാണ് ദൈവം എന്നുള്ളത്. എന്നാൽ ലോകത്തിന്റെ ഏത് കോണിൽ കടന്നു ചെന്നാലും മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനായി ജീവിക്കുന്നതായി കാണുവാൻ കഴിയും. അതിന്റെ എല്ലാ മേഘപരിഹാരം ക്രിസ്തുവിൽ കൂടെ എന്നാണ് തിരുവചനം. ഒരു സമൂഹത്തോട് മാത്രമല്ല, ഒരു രാജ്യത്തോട് മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരോടും വിളിച്ചറിയിക്കുവാനുള്ള ഏക സന്തോഷത്തിന്റെ വാർത്ത എന്ന് പറയപ്പെടുന്നത് സുവിശേഷം എന്നത് മാത്രമാണ്. അടുത്ത മാസം ഇനിയും ക്രിസ്മസ് വരാൻ പോകുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ യേശു ഒരു പ്രാവശ്യമേ ലോകത്തിൽ ജനിച്ചിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്താണ് യേശു ജനിച്ചത്? നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത സ്വന്തം രക്ഷിതാവായെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ എന്ന ആ ദിവസം, അന്നാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉരുവാകുവാനിടയായത്. ആദ്യമായി ലോകജനത്തിന്റെ മുമ്പിൽ ലോകരക്ഷിതാവ് വെളിപ്പെട്ടത് സമൂഹം അംഗീകരിക്കുവാൻ കഴിയാതെ സമൂഹത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിനാണ് ആ രക്ഷയുടെ സന്ദേശനം ആദ്യമായി വിളംബരം ചെയ്യുവാനിടയായിട്ടുള്ളത്. വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അട്ടിടയന്മാർക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ദാവീദിന്റെ പട്ടണത്തിൽ
ഇതാ ഒരുവൻ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം. സ്വർലോകത്തിലെ ദൂത സൈന്യങ്ങൾ അത് ഏറ്റുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആ മഹത്വ പ്രഭയായിരിക്കുന്നവന്റെ ജീവിതം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത് പ്രകാരമാണ്. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായ ദാസരൂപമെടുത്ത് ഭൂമിയിൽ ജന്മാവതാരം എടുത്ത് തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ വളരെ വിജയകരമായി ദൗത്യീകരിച്ച് പൂർത്തീകരിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ഒടുവിൽ കാൽവരിയുടെ മലമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇരുഭാഗങ്ങളിലേക്കും കൈകാലുകൾ വിരിച്ചു വെച്ചിട്ട് അന്നത്തെ സമൂഹം റോമൻ ഗവൺമെന്റ് ആണിയടിക്കുവാനിടയായി. ഒരാണികളിൽ ഒതുക്കുവാൻ കഴിയുന്നതല്ല നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. അവിടെ നിന്ന് ക്രൂശിൽ നിന്ന് തന്റെ ശവശരീരം ഇറക്കി വെച്ച് അവിടെ നിന്ന് കല്ലറയിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം കല്ലറയിൽ കിടന്ന് 3-ാം ദിവസം അതിശക്തമായി വിജയശ്രീലാളിതനായി മേഘോന്നതങ്ങളിലേക്ക് കരേറിപ്പോയ ഒരു ക്രിസ്തു നമുക്കിന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് ഉണ്ട്. ലോകത്തിൽ ഏത് കോണിൽ ചെന്നാലും ഏത് ഭാഷക്കാർക്കും ഏത് മതക്കാർക്കും ഏത് രാജ്യക്കാർക്കും ഭാഷയെന്നോ നിറമെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ ക്രിസ്തുവിൽ കൂടെയുള്ള പിതാവിലേക്കുള്ള ഏകരക്ഷാമാർഗം തുറന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് തന്റെ ഏകജാതനായ പുത്രനെ സ്വർഗത്തിലേക്ക് വിളിക്കാനിടയായിത്തീരുന്നത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിത ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ ഒഴുകി കേൾക്കുന്ന ഈ സുവിശേഷത്തിന്റെ ധ്വനികൾ ഏതൻ പൂങ്കാവനത്തിൽ ഒരു ദിവസം ഒഴുകിക്കേട്ട ഒരു ശബ്ദമുണ്ട്, മനുഷ്യ നീ എവിടെ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആരെങ്കിലും ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി തീർച്ചയായും ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിലമാന്യമായ ഒരു സ്ഥാനം നൽകുവാൻ ഈ ക്രൂസിൽ കൂടെ കഴിയുമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവമേ അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായ ഒരു ഗാനം പാസ്റ്റർ റോയിച്ചാൻ ദൈവനാമത്തിനായി ആലപിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു മാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു.